ഉമർ ഫൈസിയുടെ പ്രസംഗത്തിൽ സമസ്തയ്ക്ക് വേണ്ടി ഹൈന്ദവ സമൂഹത്തോട് മാപ്പ് പറയുന്നുവെന്ന് അബ്ദുസമദ് പൂക്കോട്ടൂർ. ശിവനും പാർവതിക്കുമെതിരായ ഉമർ ഫൈസി മുക്കത്തിന്റെ വിമർശനം സമസ്തയ്ക്ക് അപമാനമാണെന്ന് അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. മറ്റ് മതസ്ഥരെയും അവരുടെ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന മതമാണ് ഇസ്ലാം മതമെന്നും സമദ് പൂക്കോട്ടൂർ വ്യക്തമാക്കി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഹൈന്ദവ ദർശനം അനുസരിച്ച്, ഉദാഹരണമായി ശൈവപുരാണമൊക്കെ അനുസരിച്ച് ആദി പരാശക്തിയുടെ യഥാർത്ഥ അവതാരമാണ്, പൂർണ്ണാവതാരമാണ് പാർവതി. ശിവൻ ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു ശരീരമാണെങ്കിൽ ശക്തി എന്ന് പറയുന്നത് ശരിക്കും പാർവതിയാണ്. അപ്പോൾ പാർവതിയെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവും. അവരൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇത്തരം ഒരു പരാമർശം നടത്തുക എന്നത് ഇസ്ലാമികമായി ചിന്തിച്ചാൽ അത് ഖുർആനിലൊരു വചനമുണ്ട്, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ല എന്നുള്ളത്. അതിൻ്റെ അർത്ഥം മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ കുറ്റപ്പെടുത്താൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. അവിടെ അങ്ങനെ ഒരു വ്യംഗ്യമായെങ്കിലും അല്ലെങ്കിൽ ഇനി എങ്ങനെയാണെങ്കിലും അദ്ദേഹം അങ്ങനെ പ്രയോഗം നടത്തിയത് ഖേദകരമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. വിവാദങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. കഴിഞ്ഞ ദിവസം സമസ്ത മുഷാവറയിലുണ്ടായ കാര്യങ്ങൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വിഷമിപ്പിച്ചുവെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. എല്ലാവരും ഒരുപോലെ പറയുമ്പോൾ ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയെന്ന വാർത്തകളെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. സമസ്തയുടെ വാർത്താക്കുറിപ്പിനെക്കുറിച്ച് സമസ്ത നേതൃത്വം തന്നെ പറയട്ടെ. തർക്കം നീണ്ടുപോകുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. Kavita Gold and Diamonds. Choose your special.